ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, ഇഞ്ചി. ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 3/4 കിലോ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വരഞ്ഞെടുത്തതാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലകളെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്താൽ മാത്രമേ പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പൊടികളുണ്ടെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും ഒക്കെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാട് എരിവുള്ള മുളക് പൊടിയല്ല, പിരിയമുളകും സാദാ മുളകും കൂടെ പൊടിച്ചതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുഴുവൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ, ചെറിയ ചെറുനാരങ്ങ ആണെങ്കിൽ 1 മുഴുവൻ ചേർത്തോളൂ. എൻ്റേത് വലിയതായതുകൊണ്ടാണ് ഞാൻ അരമുറി എടുത്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടി ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഒരു 10 മിനിറ്റെങ്കിലും എന്തായാലും മാരിനേറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റിൽ മസാലയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ. അരിപ്പൊടി ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് വരും അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ട് അല്ല ഇത് ഞാൻ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. തിരിച്ചു മറിച്ചുവിട്ട് നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കാൻ പറ്റും. ഒരു സൈഡ് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും. ഇനി ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം മാത്രം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി. അപ്പം നന്നായിട്ട് ഉള്ളു കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ തന്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നിന്ന് വല്ലാതെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ക്രിസ്പിനെസ്സൊക്കെ പോവും. അതുകൊണ്ട് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം മാത്രം ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനൊരു 3 മിനിറ്റൊക്കെ തിരിച്ചിട്ടതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ കിട്ടുക. ചപ്പാത്തി, നെയ്ച്ചോറ്, പത്തിരി എല്ലാറ്റിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നൊരു ചിക്കൻ ഫ്രൈ ആണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറേ സവാളയൊക്കെ മുറിച്ചിട്ട് കുറച്ച് കക്കിരിക്കൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം.
ഒരു 10 മിനിറ്റ് സമയം കുക്ക് ചെയ്യണം. ഒരു സൈഡ് 5 മിനിറ്റും ഒരു സൈഡ് 5 മിനിറ്റും അങ്ങനെ നോക്കി ചെയ്താൽ മതി. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് സമയമൊക്കെ പറയുന്നത്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ടിഷ്യൂ പേപ്പർ തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഇങ്ങനെ കാണുന്നത്. ഇനി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എല്ലാ ചേരുവകളും നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ്. കുറച്ച് മല്ലിയിലൊക്കെ തൂവി ഒന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വിളമ്പാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെ കുക്കായതെന്ന് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മേൽഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.